നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അസുഖത്തെ തുടർന്ന് കോളേജിലേക്ക് പോകാതെ മുറിയിൽ തുടർന്ന കോഴിക്കോട് സർക്കാർ നഴ്സിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയായ ലക്ഷ്മി രാധാകൃഷ്ണന്റെ മരണത്തിൽ ആരോപണമായി ബന്ധുക്കൾ രംഗത്ത് വന്നു. ലക്ഷ്മിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ബന്ധു ഹരിപ്രസാദ് പറഞ്ഞു. ലക്ഷ്മി ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ല. ഞായറാഴ്ചയാണ് നാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് മടങ്ങിയതെന്നും ഹരിപ്രസാദ് പറയുന്നു. ലക്ഷ്മിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മീഷണർക്ക് പരാതി നൽകുമെന്നും ബന്ധു ആരോപിച്ചു. അതേസമയം ലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇതിനുശേഷം കോട്ടയത്തേക്ക് കൊണ്ടുപോകും. കോട്ടയം കിടങ്ങൂർ സ്വദേശിയായ ലക്ഷ്മിയെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ജീവനൊടുക്കാനുള്ള കാരണം വ്യക്തമല്ല. രക്ഷിതാക്കളിൽ നിന്നും ലക്ഷ്മിക്കൊപ്പം ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും പോലീസ് ഉടൻ മൊഴിയെടുക്കും. വ്യക്തിപരമായ കാരണങ്ങളാകാം ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. രാത്രി വൈകിയാണ് ലക്ഷ്മിയുടെ ബന്ധുക്കൾ കോട്ടയത്ത് നിന്നും കോഴിക്കോട്ടേക്ക് എത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലക്ഷ്മി രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പോയിരുന്നില്ല. അസുഖമായതിനാൽ അവധി എടുക്കുന്നുവെന്നാണ് ലക്ഷ്മി അറിയിച്ചിരുന്നത്. എന്നാൽ ലക്ഷ്മി താമസിക്കുന്ന ഹോസ്റ്റൽ മുറി വൃത്തിയാക്കാൻ 11:30 എത്തിയ ആളുകളാണ് തൂങ്ങി മരിച്ച നിലയിൽ വിദ്യാർത്ഥിയെ കണ്ടെത്തിയത്. മുറിയിലെ ഫാനിൽ ഷാൾ കെട്ടി തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. വ്യക്തിപരമായ കാരണങ്ങളാണ് ഈ ആത്മഹത്യക്ക് പിന്നിൽ എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത്. മെഡിക്കൽ കോളേജിന് പിറകുവശത്തെ KM കൃഷ്ണൻകുട്ടി റോഡിലെ ബക്കർ വില്ല എന്ന ഹോസ്റ്റലിലാണ് ലക്ഷ്മി രാധാകൃഷ്ണൻ താമസിച്ചിരുന്നത്. തന്റെ മരണത്തിൽ ആരും ഉത്തരവാദികളല്ലെന്ന് എഴുതി ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തതായി മെഡിക്കൽ കോളേജ് പോലീസ് അറിയിച്ചു. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ മുടിവെട്ടാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ വിദ്യാർത്ഥിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തോട്ടക്കര കാഞ്ഞിരംപാറ സഹീദിന്റെ മകൻ ഹാഷിമിന്റെ മൃതദേഹമാണ് പൊട്ടിക്കല്ല് കമുകിൻതോട്ടിലെ കിണറ്റിൽ കണ്ടെത്തിയത്. പൂക്കോട്ടുപാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ മുടിവെട്ടാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഹാഷിം. തിരിച്ചു വരാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ കുടുംബം പൂക്കാട്ടുപാടം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് പരിശോധനയ്ക്കിടെയാണ് രാവിലെ പൊട്ടിക്കലിലെ സ്വകാര്യ ഭൂമിയെ കിണറിനരിയിൽ കുറച്ച് പണം കിടക്കുന്നത് പ്രദേശവാസികളെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുന്നത്. കിണറ്റിൽ ആദ്യം നോക്കിയപ്പോൾ മൃതദേഹം കാണാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് കിണർ കുഴിച്ചയാളെ വിളിച്ചു വരുത്തി കിണറ്റിൽ ഇറക്കി നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. അധികം സംസാരിക്കാത്ത സ്വഭാവക്കാരനാണ് ഹാഷിമെന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല എന്നും അടുപ്പക്കാർ പറയുന്നു. പോലീസ് ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സ്വകാര്യ ഭൂമിയിലെ കിണറിനരികിൽ ഹാഷിം എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.